സായി ലക്ഷ്മി സാന്ത്വനം എന്ന ഹിറ്റ് സീരിയലിൽ അഭിനയിച്ചു വരികയായിരുന്നു. അതിലൂടെയാണ് സായി ലക്ഷ്മി എന്ന നടിയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞത്. അതിലൂടെ അറിഞ്ഞു വന്ന നടിയെക്കുറിച്ച് പിന്നീട് അറിയാതെയായി എന്ന് വേണം പറയാൻ. പ്രേക്ഷകരെല്ലാവരും പിന്നെ അറിഞ്ഞത് അരുണുമായിട്ടുള്ള ജീവിതം തന്നെയാണ്. അപ്പോൾ സായി ലക്ഷ്മിയുടെ ജീവിതത്തിൽ സാന്ത്വനം എന്ന സീരിയൽ വേണ്ട എന്ന് വെച്ചതും അഭിനയം നിർത്തുന്നതുമൊക്കെ തന്നെയും കാരണം അരുണാണോ എന്നാണ് ചോദിക്കുന്നത്. അരുൺ ഈ ഇൻഡസ്ട്രിയിൽ നിന്നിട്ടും അരുൺ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ സായി ലക്ഷ്മി പറയുന്നത്. ഞാനിതൊക്കെ നിർത്താൻ കാരണം എൻ്റെ പേഴ്സണൽ ഇഷ്യൂസാണ്. അതിലൊന്നും തന്നെ അരുൺ ചേട്ടന് ബന്ധമില്ല. ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളല്ല ഞങ്ങൾ ആ സാന്ത്വനം എന്ന സ്ക്രിപ്റ്റ് വിടാനുള്ള കാരണം. അതിനെനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്. അത് വെളിപ്പെടുത്താനാകില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആരാധകരും ഇതിന് മറുപടി നൽകുന്നുണ്ട്. ആരാധകർക്ക് ഇപ്പോൾ അറിയേണ്ടത് എന്താണ് സായി ലക്ഷ്മി ഇപ്പോൾ സാന്ത്വനത്തിൽ നിന്ന് പോയത് എന്നാണ്. എല്ലാവർക്കും ആ കാര്യം അറിഞ്ഞേ പറ്റൂ എന്നാണ് പറയുന്നത്. സാന്ത്വനം 2-ലായിരുന്നു സായി ലക്ഷ്മി ഉണ്ടായിരുന്നത്. ചെറുതായൊക്കെ തന്നെയും ആ സീരിയൽ ഹിറ്റായി മാറിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് പറയാം. സാന്ത്വനം 2-ൽ നിന്നും പുറത്താക്കിയത് എന്തിനാണെന്ന് കൂടി ക്ലാരിഫൈ ചെയ്യൂ എന്നാണ് പലരും ചോദിച്ചിരുന്നത്. വേറൊരാൾ പറഞ്ഞതും ഇങ്ങനെയാണ്: പേഴ്സണൽ കാര്യങ്ങളൊക്കെ അതെന്നായിരുന്നു മറുപടി. അദ്ദേഹം എൻ്റെ കരിയർ നശിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. കരിയർ ഡെവലപ്പ് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. എനിക്ക് നല്ലൊരു ഭാവി വേണമെന്നായിരുന്നു വേറൊരാളോട് സായി ലക്ഷ്മി പറഞ്ഞത്. എനിക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ചെയ്തത്. അതെനിക്കൊരു തെറ്റുമില്ല. ചില പ്രശ്നങ്ങൾ എനിക്കിതിൻ്റെ ഭാഗമായി ഉണ്ടായി. അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്ന് പറയുന്നു. സാന്ത്വനം 2-ൽ നിന്നും പുറത്താക്കിയത് എന്തിനാണെന്ന് കൂടി പറയണമെന്നാണ് പറയുന്നത്. അറിഞ്ഞു വെച്ച ഒരാളും ഇതുപോലൊരു ജീവിതത്തിൽ തിരഞ്ഞെടുക്കില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അറിഞ്ഞു വെച്ച ഒരാളും ഇതുപോലൊരു ജീവിതം തിരഞ്ഞെടുക്കില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് അർഹതയുള്ളതെന്ന് സായി ലക്ഷ്മി ചോദിക്കുന്നു. ആൾ നല്ലതായിരുന്നു. നേരത്തെയുള്ള വ്യക്തിയും പറഞ്ഞതാണ്. ഫോട്ടോഗ്രാഫി പഠിപ്പിച്ച് കൂടെ കൂട്ടണമെന്നൊക്കെയായിരുന്നു അന്ന് അരുൺ പറഞ്ഞത്. എന്നാൽ വിവാഹത്തോടെ കരിയർ അവസാനിപ്പിക്കുകയായിരുന്നു. ഈ ബന്ധം അധികം പോകില്ലെന്നേ പറഞ്ഞതാണ്. അതേപോലെ തന്നെ സംഭവിച്ചു. ഇനിയും വൈകിട്ടില്ല. തീരുമാനം മാറ്റാവുന്നതേ ഉള്ളൂ തുടങ്ങിയുള്ള ഉപദേശങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ സായി ലക്ഷ്മിയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആശ്ചര്യമാണ്. എല്ലാവരും അരുണിനെതിരെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ എന്തിനാണ് അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അവരുടെ ജീവിതം അവർ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ. ഡിവോഴ്സായി എന്ന് പറഞ്ഞ അരുണിനൊരു ജീവിതം തുടങ്ങിക്കൂടെ? ആ ജീവിതത്തിൽ എന്താണ് ഇപ്പോൾ തെറ്റ്? അതിലൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. നിങ്ങളുടെ കണ്ണുകളുടെ പ്രശ്നമാണ് എന്ന് പിന്തുണയ്ക്കുന്നവരും ഒരുപാട് പേരാണ്. ഇവരുടെ പിന്തുണയൊക്കെ കേൾക്കാൻ തന്നെ നല്ല രസമാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സായി ലക്ഷ്മിയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേർ കമൻറ്റുമായി എത്തുകയും മറ്റുള്ള കമൻറ്റുകളൊക്കെ വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇതുപോലെയുള്ള വാർത്തകൾക്ക് കാതോർത്തിരിക്കുകയാണെന്ന് പറയാം. ആരാധകരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകളായി മാറാൻ ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.